നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരള കൾച്ചറൽ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ ഈ വർഷത്തെ ഓണാഘോഷം ഗംഭീരമായി. മധുരം മലയാളം UK-യിൽ നവതരംഗം സൃഷ്ടിച്ച് IOC UK-യുടെ മലയാള പഠന ക്ലാസുകൾ 12 ദിന ക്ലാസുകൾ പ്രചോദനമായത് 25ഓളം വിദ്യാർത്ഥികൾക്ക്. മലയാളി സമൂഹത്തിന് മാതൃകയായി ന്യൂയോർക്ക് ശാലേം പെന്തക്കോസ്റ്റൽ ടാബർനാക്കിൾ സഭ. ഫോമ കൺവെൻഷൻ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ഉദ്ഘാടനം മോൻസ് ജോസഫ് MLA നിർവഹിച്ചു. NK ലൂക്കോസ് വോളി ടൂർണമെന്റ് ഷിക്കാഗോ ലയൺസ് ജേതാക്കൾ, ഫിലി സ്റ്റാർസ് റണ്ണറപ്പ്. വാർത്തകൾ വിശദമായി. കേരള കൾച്ചറൽ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ ഈ വർഷത്തെ ഓണാഘോഷം അസോസിയേഷൻ സെന്ററിൽ വെച്ച് ഗംഭീരമായി നടത്തപ്പെട്ടു. റിയ അലക്സാണ്ടറിന്റെ പ്രാർത്ഥനാ ഗാനത്തോടെ ആരംഭിച്ച ചടങ്ങിൽ പ്രസിഡന്റ് മിസ്റ്റർ അബ്രഹാം പുതുശ്ശേരിൽ ഏവരെയും സ്വാഗതമറിയിച്ചു. റവറന്റ് ഡോക്ടർ വർഗീസ് എബ്രഹാം, മിസ്റ്റർ കോശി ഒ തോമസ്, മിസസ് രാഗി അപ്പുക്കുട്ടൻ, മിസ്റ്റർ വർഗീസ് ചുങ്കത്തിൽ എന്നിവർ ഓണസന്ദേശം നൽകി. ഫൊക്കാന പ്രിവിലേജ് മെഡിക്കൽ കാർഡിന്റെ വിതരണ ഉദ്ഘാടനം അസോസിയേഷൻ സെക്രട്ടറി മിസ്റ്റർ അപ്പുക്കുട്ടൻ പിള്ള നിർവഹിച്ചു. വിവിധ കലാകാരന്മാരുടെ ഓണപ്പാട്ടുകൾ ചടങ്ങിന് കൊഴുപ്പുകൂട്ടി. സെക്രട്ടറി മിസ്റ്റർ രാജു എബ്രഹാം ഏവർക്കും നന്ദി അറിയിച്ചു. അതോടൊപ്പം സ്വാദിഷ്ടമായ ഓണസദ്യ തയ്യാറാക്കിയ സ്പൈസ് ഗാർഡൻ ബാർ ആൻഡ് ഗ്രിൽ റെസ്റ്റോറന്റിനെയും സെർവ് ചെയ്ത ഫുഡ് കമ്മിറ്റിയെയും പ്രത്യേകം അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ പീറ്റർബറോ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച 12 ദിന മധുരം മലയാളം ക്ലാസുകൾ വിജയകരമായി പൂർത്തിയായി. മലയാള ഭാഷയുടെ മാധുര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിക്കൊടുത്ത ഈ പദ്ധതിയുടെ സമാപന ചടങ്ങ് പീറ്റർബറോയിലെ സെന്റ് മേരീസ് അക്കാദമിയിൽ വെച്ച് വർണ്ണാഭമായി നടന്നു. മലയാള ഭാഷയുടെ മാധുര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിക്കൊടുത്ത ഈ പദ്ധതിയുടെ സമാപന ചടങ്ങ് പീറ്റർബറോയിലെ സെന്റ് മേരീസ് അക്കാദമിയിൽ വെച്ച് വർണ്ണാഭമായി നടന്നു. 3ാം ക്ലാസ് മുതൽ A ലെവൽ വരെയുള്ള 25ഓളം വിദ്യാർത്ഥികളാണ് മധുര മലയാളം പഠന പദ്ധതിയിലൂടെ മലയാള ഭാഷയിലെ അക്ഷരമാലയും മറ്റ് അടിസ്ഥാന കാര്യങ്ങളും പഠിച്ച് പരിശീലനം പൂർത്തിയാക്കിയത്. പഠനം വിജയകരമായി പൂർത്തിയാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും സമാപന ചടങ്ങിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് റോയ് ജോസഫ് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം IOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സൈമൺ ചെറിയാൻ സ്വാഗതവും സിബി അറക്കൽ നന്ദിയും പ്രകാശിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി 12 ദിന പഠന പദ്ധതി തയ്യാറാക്കുകയും ക്രമീകരിക്കുകയും ചിട്ടയോടെ പഠിപ്പിക്കുകയും ചെയ്ത പീറ്റർബറോ സെന്റ് മേരീസ് അക്കാദമി ഡയറക്ടർ സോജു തോമസിനെ ചടങ്ങിൽ ആദരിച്ചു. മധുര മലയാളം പഠന പദ്ധതിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളായ ആൽഡൻ ജോബി, അലന തോമസ് എന്നിവർ തങ്ങളുടെ അനുഭവം വേദിയിൽ പങ്കുവച്ചു. പഠന പദ്ധതിയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളായ സാവിയോ സോജു, സ്നേഹ സോജു, സെറാഫിന സ്ലീബ എന്നിവർക്ക് ക്യാഷ് പ്രൈസും സ്റ്റീവൻ ടിനു, അമീലിയ ലിജോ, അലാന തോമസ്, കാശിനാഥ് കൈലാസ് തുടങ്ങിയവർക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകി ആദരിച്ചു. UK-യിൽ വലിയ തരംഗമായി മാറിയ മധുര മലയാളം പഠന പദ്ധതിക്ക് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളിൽ നിന്നും മലയാളം ഭാഷാ സ്നേഹികളിൽ നിന്നും വലിയ ആവേശവും പ്രതികരണവുമാണ് ലഭിച്ചത്. ഓഗസ്റ്റ് 4-ന് ആരംഭിച്ച മധുര മലയാളം പഠന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറിയും പ്രിയദർശിനി പബ്ലിക്കേഷൻ വൈസ് ചെയർമാനുമായ പഴകുളം മധു നിർവഹിച്ചു. IOC UK-യുടെ ഉദ്യമത്തെ അഭിനന്ദിച്ചുകൊണ്ടും പഠന പദ്ധതിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുമോദനങ്ങൾ നേർന്നുകൊണ്ടും ദീപിക ദിനപത്രം ഡൽഹി ബ്യൂറോ ചീഫ് ആൻഡ് നാഷണൽ അഫയേഴ്സ് എഡിറ്റർ ജോർജ് കള്ളിവയലിൽ
UK-യിലെ പ്രവാസി മലയാളി സാഹിത്യകാരനും ലോക റെക്കോർഡ് ജേതാവുമായ കരൂർ സോമൻ എന്നിവർ ആശംസാ സന്ദേശങ്ങൾ നൽകി. ചടങ്ങുകൾക്ക് യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ എബ്രഹാം കെ ജേക്കബ്, ജിജി ഡെന്നി, ട്രഷറർ ജെനു എബ്രഹാം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അനുജ് മാത്യു തോമസ്, സണ്ണി എബ്രഹാം, ജോബി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ന്യൂയോർക്ക് ശാലേം പെന്തക്കോസ്തൽ ടാബർനെക്കിന്റെ ആഭിമുഖ്യത്തിൽ തനി നാടൻ വിഭവങ്ങൾ ഒരുക്കി ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ധനശേഖരണം നടന്നു. കണ്ണിനു കുളിർമയും അതോടൊപ്പം നാവിൽ കൊതിയൂറുന്ന നാടൻ വിഭവങ്ങൾ കേരളത്തിന്റെ തനത് ശൈലിയിൽ സൽക്കാരമൊരുക്കിയത് കേരളത്തിന്റെ തനിമ ഓർമ്മപ്പെടുത്തിയതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കഴിഞ്ഞ നാളുകളിൽ SPT സഭ ചെയ്ത പോലെ ഈ പ്രവർത്തനത്തിലൂടെ വീണ്ടും പങ്കാളികളാകുമെന്ന് സഭാ സെക്രട്ടറി ബ്രദർ PC സാം അറിയിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ വൈദ്യസഹായങ്ങളും വിദ്യാഭ്യാസ സഹായങ്ങളിലും ഏർപ്പെടുവാൻ ശാലേം സഭയുടെ ചാരിറ്റി ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചുവെന്ന് ചാരിറ്റി കോർഡിനേറ്റർ ബ്രദർ രാജൻ തോമസ് അറിയിച്ചു. ഈ പ്രവർത്തനത്തിന് സഭാ ട്രസ്റ്റി ബ്രദർ ഡാനി ജോർജ് നേതൃത്വം വഹിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഫോമ കൺവെൻഷൻ രജിസ്ട്രേഷന് ന്യൂയോർക്ക് മെട്രോ റീജിയണിലെ കിക്ക് ഓഫ് ഉദ്ഘാടനം കടുത്തുരുത്തി MLAയും മുൻ മന്ത്രിയുമായ മോൻസ് ജോസഫ് നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് മുൻ പ്രസിഡന്റുമാരായ ശശിധരൻ നായർ, ബേബി ഊരാളിൽ, ഡോക്ടർ ജേക്കബ് തോമസ് എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വർക്കി എബ്രഹാം, ബിജു ലോസൺ, ദിലീപ് വർഗീസ് എന്നിവരും മറ്റു സ്പോൺസർമാരും ചടങ്ങിൽ രജിസ്ട്രേഷൻ ഫോറം ഭാരവാഹികളെ ഏൽപ്പിച്ചു. രജിസ്ട്രേഷന്റെ വെബ്സൈറ്റും മോൻസ് ജോസഫ് സ്വിച്ച് ഓൺ ചെയ്തു. ഹ്രസ്വമായ പരിപാടിയുമായാണ് താനും സഹപ്രവർത്തകനായ പാല MLA മാണി സി കാപ്പനും എത്തിയിരിക്കുന്നതെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മോൻസ് ജോസഫ് പറഞ്ഞു. ഈ നേട്ടത്തിലേക്ക് ഫോമയ്ക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നലെ യാതൊരു സംശയമില്ല. ഇവിടെ ശ്രീ ബേബി മണക്കുന്നതിലും ശ്രീ പോൾ ജോസും രണ്ടുപേരുടെയും പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഇത് ഒറ്റയ്ക്ക് ആരുടെയെങ്കിലും ഒരു നേട്ടമല്ല, കൂട്ടായ പ്രയത്നത്തിൻ്റെ ഒരു വിജയവും നേട്ടവുമാണ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞങ്ങളെല്ലാം അത് വർഷങ്ങളായി നോക്കിക്കാണുന്നതും അടുത്ത് മനസ്സിലാക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് എന്നും കഴിയട്ടെ എന്ന് ആശംസിക്കാം. ഈ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റേതായ മഹത്വമുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നിങ്ങൾ നടത്താൻ പോകുന്ന, അടുത്ത വർഷം നടക്കാൻ പോകുന്ന നാഷണൽ കൺവെൻഷൻ, അതിൻ്റെ മുന്നോടിയായി ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കിക്ക് ഓഫ് ചടങ്ങ് എന്ന നിലയിൽ വലിയ ഒരു ലക്ഷ്യബോധത്തോടെ നടത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത്. ഞങ്ങളുടെ ഒക്കെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും പ്രയാണത്തിലും നിങ്ങളുടെ എല്ലാം അനുഗ്രഹാശിസുകൾ എന്നും ലഭിച്ചിട്ടുണ്ട്. അത് തുടർന്നും ഉണ്ടാകണം എന്ന് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഫോമയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തിയത് പ്രകാരം നമ്മുടെ ഈ മീറ്റിംഗ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആരാധനായ ശ്രീ ബേബി മണക്കുന്നേൽ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും ആരാധനമായ മോൻസ് ജോസഫ് MLA, ശ്രീ ബിജു വർഗീസ്, ശ്രീ സിജിത് പാലക്കുടി, ശ്രീ ഷജു കുന്നൂസ്, ശ്രീ പോൾ ജോസ്, അനുപമ കൃഷ്ണൻ, മാത്യു ജോഷ്വ, പ്രിയപ്പെട്ട ബിജു ജോൺ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഷാജി, ജേക്കബ് തോമസ്, ഫോമയുടെ 9ാമത്തെ കൺവെൻഷൻ്റെ കിക്ക് ഓഫ് നടക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പുതിയ പ്രസിഡന്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. അമേരിക്കയിൽ ആവശ്യമുള്ളവർക്കും കേരളത്തിൽ ആവശ്യമുള്ളവർക്കും ചാരിറ്റി ഇനത്തിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഫോമ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഫോമ മെട്രോ റീജിയൻ ആതിഥേയത്വം വഹിച്ച 18ാമത് NK ലൂക്കോസ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റിൽ ഷിക്കാഗോ കൈരളി ലയൺസ് വിജയകിരീടമണിഞ്ഞു. ഫിലി സ്റ്റാർസ് റണ്ണറപ്പായി. വാഷിംഗ്ടൺ കിങ്സ് സെക്കൻഡ് റണ്ണറപ്പ് ആയപ്പോൾ കാലിഫോർണിയ ബ്ലാസ്റ്റേഴ്സ് 4ാം സ്ഥാനം കരസ്ഥമാക്കി. ഷിക്കാഗോ ലയൺസിന്റെ സനൽ തോമസ് ആണ് MVP. ജോഫി ജോസഫ് ബെസ്റ്റ് സെറ്റർ. ബെസ്റ്റ് ഡിഫൻസ് സനൽ കദളിമറ്റം. ബെസ്റ്റ് ഒഫൻസ് സരൂപ് ജോസി. റുക്കി ഓഫ് ദ ഇയർ മാത്യു ജോർജ്. 40+ ബെസ്റ്റ് സെറ്റർ സജി. ബെസ്റ്റ് ഒഫൻസ് വിനോദ്.
MVP ബൈജു. ബെത്പേജ് മൾട്ടി സ്പോർട്സ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ ആരംഭിച്ച മത്സരങ്ങൾ കാണാൻ വൻ ജനപ്രവാഹമായിരുന്നു. ആബാലവൃദ്ധം നെഞ്ചിലേറ്റിയ കായിക മാമാങ്കത്തിന് സാക്ഷികളാവാൻ വോളിബോൾ മുൻ ഇന്ത്യൻ ദേശീയ താരം മാണി സി കാപ്പൻ MLA, മോൻസ് ജോസഫ് MLA എന്നിവരുമെത്തി. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമായി 24 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. 6 കോർട്ടുകളിൽ നോൺ സ്റ്റോപ്പായി കളികൾ നടന്നു. ഓപ്പൺ പൂളിൽ 12 ടീമുകളും 18 വയസ്സിൽ താഴെയുള്ളവരുടെ 6 ടീമുകളും അതേപോലെ 40 മുകളിലുള്ളവരുടെ 6 ടീമുകളുമാണ് മാറ്റുരച്ചത്. ഫോമ, മെട്രോ റീജിയൻ RVP മാത്യു ജോഷ്വ, ടൂർണമെന്റ് കോർഡിനേറ്റർ ബിഞ്ചു ജോൺ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ഫോമ കൺവെൻഷൻ രജിസ്ട്രേഷൻ കിക്ക് ഓഫിൽ വെച്ച് മത്സര വിജയികൾക്ക് ട്രോഫിയും സമ്മാനങ്ങളും വിതരണം ചെയ്തു. എൽമോണ്ടിലുള്ള സെന്റ് വിൻസെന്റ് ഡി പോൾ ഓഡിറ്റോറിയത്തിലായിരുന്നു കിക്ക് ഓഫ്. ട്രോഫികൾ കൂടാതെ NK ലൂക്കോസ് ഫൗണ്ടേഷൻ നൽകുന്ന $5000 ക്യാഷ് അവാർഡും വിജയികളാകുന്ന ടീമുകൾക്ക് സമ്മാനിച്ചു. 1ാം സ്ഥാനക്കാർക്ക് 2500, 2ാം സ്ഥാനക്കാർക്ക് $1500 വീതം ലഭിച്ചു. യുവാക്കളെ ഫോമയിലേക്കും അവരുടെ സർഗാത്മകമായ കഴിവുകളെ സമൂഹ നന്മയ്ക്കായി നയിക്കുന്നതിനും വേണ്ടിയാണ് ഫോമ ഈ വോളിബോൾ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നതെന്നും RVP മാത്യു ജോഷ്വ നേരത്തെ പറയുകയുണ്ടായി. MLA-മാരായ മാണി സി കാപ്പൻ, മോൻസ് ജോസഫ്, ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, സെക്രട്ടറി ബൈജു വർഗീസ്, ട്രഷറർ സിജിൽ പാലക്കലോടി, വൈസ് പ്രസിഡന്റ് ഷാലു പുന്നൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ് തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ടൂർണമെന്റും തുടർന്ന് നടന്ന കിക്ക് ഓഫും മെട്രോ റീജിയന്റെ അഭിമാന നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ഇമാനുവൽ കൊലഡിയായിരുന്നു പ്ലാറ്റിനം സ്പോൺസർ. രാജേഷ് പുഷ്പരാജൻ, സുനിൽ ചാക്കോ, സ്പൈസ് ഗാർഡൻ, എബ്രഹാം ഫിലിപ്പ് CPA എന്നിവരായിരുന്നു ഗോൾഡ് സ്പോൺസർ. ഡോക്ടർ ഷെറിൻ അബ്രഹാം ആയിരുന്നു MC. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വോളിബോൾ ടീം അംഗമായിരുന്ന തൊടുപുഴ കരിങ്കുന്നം സ്വദേശി നെടുമ്പറമ്പിൽ NK ലൂക്കോസ് 1980-ലാണ് അമേരിക്കയിലെത്തുന്നത്. അമേരിക്കയിൽ എത്തിയിട്ടും ചെറുപ്പം മുതലുള്ള വോളിബോൾ പ്രേമം കൈവിട്ടുപോയില്ല. അദ്ദേഹവും സുഹൃത്തുക്കളും ചേർന്ന് 1987-ൽ കേരള സ്പൈക്കേഴ്സ് എന്ന പേരിൽ ഒരു വോളിബോൾ ടീം ന്യൂയോർക്കിൽ രൂപീകരിച്ചു. സ്പോർട്സ് കൂടാതെ വിവിധ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും NK ലൂക്കോസ് സജീവമായിരുന്നു. എന്നാൽ 2003-ൽ ന്യൂജേഴ്സിയിലുണ്ടായിരുന്ന ഒരു വാഹനാപകടത്തിൽ അദ്ദേഹം അകാലത്തിൽ വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനു വേണ്ടി കുടുംബവും സുഹൃത്തുക്കളും ചേർന്ന് രൂപീകരിച്ച NK ലൂക്കോസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വോളിബോൾ കളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ 18 വർഷമായി അമേരിക്കയിലും കേരളത്തിലും വോളിബോൾ ടൂർണമെന്റുകൾ നടത്തിവരുന്നു. ലൂക്കോസിന്റെ മകൾ സെറൻ ലൂക്കോസ് ആണ് ഫൗണ്ടേഷൻ ട്രസ്റ്റി. We're going to have some cash award for the tournament. New York team to come forward to collect your cash prize for under 18. 4th place, that went to California. I invite the California team to come forward to collect your cash prize. I request Washington Kings team come forward to collect your cash prize. Three team members, please come to the stage to collect your cash prize. Last but not least, the winners of this year, $2,500. I invite Chicago team members to come forward to collect your cash prize. It is time to honor our gold, our platinum, gold and silver sponsors. Lifetime Achievement Award ആണ്. അമേരിക്കയിൽ വന്നകാലം വോളിബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ച അമരക്കാരാണ്. കണ്ട news@pravasi.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.